നമസ്കാരം. പ്രധാന വാർത്തകൾ. ഭാരതപ്പുഴയിൽ ഒഴുക്കിൽപ്പെട്ട് കാണാതായ മത്സ്യത്തൊഴിലാളിയെ ഇനിയും കണ്ടെത്താനായില്ല. പാലപ്പുറം സ്വദേശി യൂസഫിന് വേണ്ടി 5ാം ദിനത്തിൽ നടത്തിയ തെരച്ചിൽ വിഫലമായി. മത്സ്യത്തൊഴിലാളിയെ കാണാതായത് ഇക്കഴിഞ്ഞ ഞായറാഴ്ച. വിവിധ സംഘങ്ങൾ ചേർന്നുള്ള തെരച്ചിൽ അവസാനിപ്പിക്കാൻ സാധ്യത. കോട്ടായി സ്വദേശിയായ യുവാവിനെ കോയമ്പത്തൂരിലെ വാടക വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. ഓട്ടോറിക്ഷ നിയന്ത്രണം വിട്ടുമറിഞ്ഞ് പരിക്കേറ്റ ചികിത്സയിലിരിക്കെ ചെറുതുരുത്തി പൈങ്കുളം റോഡ് സ്വദേശി ഓട്ടോ ഡ്രൈവർ മരിച്ചു. വാട്സപ്പിലെ വ്യാജ ട്രാഫിക് ചലാനിൽ കുടുങ്ങി ചേലക്കര വെങ്ങാനല്ലൂർ സ്വദേശി. യുവാവിന് നഷ്ടമായത് 5 ലക്ഷം. സൈബർ തട്ടിപ്പുകാർ പുതിയ തന്ത്രങ്ങളുമായി രംഗത്ത് ഇറങ്ങുമ്പോൾ ജാഗ്രത വേണമെന്ന് പോലീസ്. നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ ശേഖരിച്ച് വിൽപ്പന നടത്തിയ കുറുവട്ടൂർ സ്വദേശി പോലീസിന്റെ പിടിയിൽ. വാടനംകുറിശി റെയിൽവേ മേൽപ്പാലം സർവീസ് പാതയിലൂടെ വാഹനങ്ങൾ കടന്നുപോകുന്നതിന് പുതിയ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തി ഷൊർണൂർ പോലീസ്. പുതിയ ക്രമീകരണങ്ങൾ ഓഗസ്റ്റ് 1 മുതൽ നടപ്പാക്കുമെന്നും പോലീസ് അറിയിപ്പ്. കേന്ദ്ര സർക്കാരിന്റെ വിദ്യാഭ്യാസ നയം കേരളത്തിലെ പൊതുവിദ്യാഭ്യാസത്തെ തകർക്കുന്നതാണെന്ന് KSTA ജില്ലാ സെക്രട്ടറി അജില. ജീവനക്കാരോട് അനുഭാവപൂർവമായ നിലപാടാണ് കേരള സർക്കാർ സ്വീകരിക്കുന്നത് എങ്കിലും ആനുകൂല്യങ്ങൾ നിഷേധിക്കുന്നത് അംഗീകരിക്കാനാവില്ലെന്നും അജില. ശമ്പള പരിഷ്കരണം, ആനുകൂല്യ കുടിശ്ശിക തുടങ്ങിയ വിഷയങ്ങളിൽ സർക്കാർ നിലപാട് വ്യക്തമാക്കണമെന്നും ആവശ്യം. വാർത്തകൾ വിശദമായി. ഭാരതപ്പുഴയിൽ ഒഴുക്കിൽപ്പെട്ട് കാണാതായ മത്സ്യത്തൊഴിലാളിയെ ഇനിയും കണ്ടെത്താനായില്ല. ഇക്കഴിഞ്ഞ ഞായറാഴ്ചയാണ് പാലപ്പുറം സ്വദേശി യൂസഫ് മീറ്റ്ന കടവിനു സമീപത്തു നിന്നും ഒഴുക്കിൽപ്പെട്ട് കാണാതായത്. ഇയാൾക്ക് വേണ്ടി നടത്തിയ 5ാം ദിന തെരച്ചിലും വിഫലമായി. തെരച്ചിൽ അവസാനിപ്പിക്കാനാണ് സാധ്യത. ഭാരതപ്പുഴയിലെ വിവിധ കേന്ദ്രങ്ങളിൽ വ്യാപകമായ തെരച്ചിൽ. 5 ദിവസം പിന്നിട്ടിട്ടും മത്സ്യത്തൊഴിലാളിയെ കണ്ടെത്താനായില്ല. ഇക്കഴിഞ്ഞ ഞായറാഴ്ചയാണ് പാലപ്പുറം പാറയ്ക്കൽ വീട്ടിൽ 58-കാരനായ യൂസഫിനെ മീറ്റ്ന കടവിന് സമീപത്തു നിന്നും മീൻ പിടിക്കുന്നതിനിടെ കാൽവഴുതി വീണ് ഭാരതപ്പുഴയിലെ ഒഴുക്കിൽപ്പെട്ട് കാണാതായത്. തുടർന്നുള്ള വിവിധ ദിവസങ്ങളിൽ തെരച്ചിൽ നടത്തി. 5ാം ദിനമായ വ്യാഴാഴ്ച രാവിലെ മുതൽ വൈകുന്നേരം വരെ ദേശമംഗലം, പൈങ്കുളം, ഷൊർണൂർ തുടങ്ങിയ ഭാഗങ്ങളിൽ വ്യാപകമായ തെരച്ചിൽ നടത്തിയെങ്കിലും യൂസഫിനെ കണ്ടെത്താനായില്ല. പാലക്കാട്ട് നിന്നുള്ള സ്കൂബ ടീം, ഷൊർണൂർ ഫയർഫോഴ്സ്, സിവിൽ ഡിഫൻസ് എന്നീ വിഭാഗങ്ങളാണ് ഷൊർണൂരിലും പരിസര പ്രദേശങ്ങളിലും തെരച്ചിൽ നടത്തിയത്. നാട്ടുകാരുടെ സംശയത്തെ തുടർന്ന് ആദ്യം രാവിലെ ദേശമംഗലം ഭാഗത്ത് മണിക്കൂറുകളോളം തെരച്ചിൽ നടത്തിയെങ്കിലും മൃതദേഹം കണ്ടെത്താനായില്ല. നേരത്തെ തെരച്ചിൽ കാര്യക്ഷമമല്ലെന്നാരോപിച്ച് മത്സ്യത്തൊഴിലാളികൾ പ്രതിഷേധം അറിയിച്ചിരുന്നു. ഇതേ തുടർന്നാണ് തെരച്ചിൽ വ്യാപകമാക്കിയത്. എന്നിട്ടും മൃതദേഹം കണ്ടെത്താനായില്ല. ഒറ്റപ്പാലം താലൂക്ക് ഡെപ്യൂട്ടി തഹസിൽദാരുടെ നേതൃത്വത്തിലുള്ള റവന്യൂ സംഘം നടപടിക്രമങ്ങൾക്ക് നേതൃത്വം നൽകി. ഭാരതപ്പുഴയിലെ തെരച്ചിൽ ഇനി അവസാനിപ്പിക്കാനാണ് സാധ്യത. ന്യൂസ് സെന്റർ, ഷൊർണൂർ. വാട്സപ്പിലെ വ്യാജ ട്രാഫിക് ചലാൻ ലിങ്കിൽ കുടുങ്ങി ചേലക്കര വെങ്ങാനല്ലൂർ സ്വദേശി. യുവാവിന് നഷ്ടമായത് 5 ലക്ഷം രൂപ. സൈബർ തട്ടിപ്പുകാർ പുതിയ തന്ത്രങ്ങളുമായി രംഗത്ത് ഇറങ്ങുമ്പോൾ ജാഗ്രത പാലിക്കാൻ മുന്നറിയിപ്പുമായി പോലീസ്. വാട്സപ്പിലൂടെ വ്യാജ ട്രാഫിക് ചലാൻ ലിങ്ക് വഴി സൈബർ തട്ടിപ്പിന് ഇരയായിരിക്കുകയാണ് വെങ്ങാനല്ലൂർ സ്വദേശി. 5 ലക്ഷം രൂപയാണ് നഷ്ടപ്പെട്ടത്. വെങ്ങാനല്ലൂർ വില്ലേജിൽ പരക്കാട് ദേശത്ത് നാവായത്ത് വീട്ടിൽ 37 വയസ്സുള്ള NB മനോജിനാണ് വലിയ തുക നഷ്ടമായത്. കഴിഞ്ഞയാഴ്ചയാണ് തട്ടിപ്പിൻ്റെ തുടക്കം. മനോജിൻ്റെ വാട്സപ്പിലേക്ക് ട്രാഫിക് ചലാൻ എന്ന പേരിൽ ഒരു സന്ദേശം ലഭിക്കുകയും കേരള മോട്ടോർ വാഹന വകുപ്പിൻ്റെ ലോഗോയും മറ്റും കണ്ടതിനാൽ ഇത് ഒറിജിനലാണെന്ന് മനോജ് തെറ്റിദ്ധരിക്കുകയും ചെയ്തു. തുടർന്ന് സന്ദേശത്തിലെ ലിങ്കിൽ ക്ലിക്ക് ചെയ്തതോടെയാണ് പ്രശ്നങ്ങൾ ആരംഭിച്ചത്. മനോജിൻ്റെ എറണാകുളം തൃക്കാക്കര ബ്രാഞ്ചിലുള്ള HDFC ബാങ്ക് അക്കൗണ്ടിലേക്ക് 10 ലക്ഷത്തിലധികം വരുന്ന വലിയൊരു തുക ലോണായി നിക്ഷേപിക്കപ്പെടുകയായിരുന്നു. എന്നാൽ അധികം വൈകാതെ ആ തുകയിൽ നിന്ന് 2 തവണകളായി 5 ലക്ഷം രൂപയോളം തട്ടിപ്പുകാർ ഓൺലൈൻ വഴി പിൻവലിച്ചു. തട്ടിപ്പ് മനസ്സിലാക്കിയ മനോജ് കഴിഞ്ഞ ദിവസം ചേലക്കര പോലീസ് സ്റ്റേഷനിലെത്തി പരാതി നൽകി. സംഭവത്തിന്റെ ഗൗരവം കണക്കിലെടുത്ത് പോലീസ് ഉദ്യോഗസ്ഥർ ഉടൻ തന്നെ കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഇത്തരം സൈബർ തട്ടിപ്പുകൾ ഇപ്പോൾ വളരെ സാധാരണമാണ്. അതിനാൽ അപരിചിതരിൽ നിന്ന് വരുന്ന ലിങ്കുകളോ സന്ദേശങ്ങളോ തുറക്കുന്നതിന് മുൻപ് എല്ലാവരും അതീവ ശ്രദ്ധ പുലർത്തണമെന്ന് പോലീസ് മുന്നറിയിപ്പ് നൽകി. എന്തെങ്കിലും സംശയം തോന്നിയാൽ ഉടൻ തന്നെ സൈബർ സെല്ലുമായി ബന്ധപ്പെടണമെന്നും ചേലക്കര പോലീസ് നിർദ്ദേശിച്ചു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. കേന്ദ്ര സർക്കാരിന്റെ വിദ്യാഭ്യാസ നയം കേരളത്തിലെ പൊതുവിദ്യാഭ്യാസത്തെ തകർക്കുന്നതാണെന്ന് KSTA ജില്ലാ സെക്രട്ടറി അജില. ജീവനക്കാരോട് അനുഭാവപൂർവമായ നിലപാടാണ് കേരള സർക്കാരിൻ്റെതെങ്കിലും ജീവനക്കാരുടെ ആനുകൂല്യങ്ങൾ നിഷേധിക്കുന്നത് അംഗീകരിക്കാനാവില്ലെന്നും അജില പറഞ്ഞു. ശമ്പള പരിഷ്കരണം, ആനുകൂല്യ കുടിശ്ശിക തുടങ്ങിയ വിഷയങ്ങളിൽ സർക്കാർ നിലപാട് സ്വീകരിക്കണമെന്ന് പാലക്കാട് വാർത്താ സമ്മേളനത്തിൽ അജില ആവശ്യപ്പെട്ടു.
പൊതുമേഖലയിൽ നിലനിൽക്കേണ്ട വിദ്യാഭ്യാസ മേഖലയെ തകർക്കാൻ കഴിയുന്നതാണ് കേന്ദ്ര വിദ്യാഭ്യാസ നയം. കേന്ദ്രത്തിൽ നിന്നും കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയ്ക്ക് അനുവദിക്കേണ്ട ഫണ്ടുകൾ അനുവദിക്കാതെ പ്രതിസന്ധിയിലാക്കുന്നത് അംഗീകരിക്കാനാകില്ല. അതുപോലെ തന്നെ അധ്യാപകർക്ക് കാലാകാലങ്ങളിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആനുകൂല്യങ്ങൾ തടഞ്ഞുവെക്കുന്നത് അംഗീകരിക്കാനാവില്ല. ശമ്പള പരിഷ്കരണം, ആനുകൂല്യ കുടിശ്ശിക തുടങ്ങിയ വിഷയങ്ങളിൽ കേരള സർക്കാർ നിലപാട് സ്വീകരിക്കണമെന്നും അജില ആവശ്യപ്പെട്ടു. ഇക്കാര്യങ്ങൾ ആവശ്യപ്പെട്ട് ഓഗസ്റ്റ് 2-ന് സ്റ്റേഡിയം പരിസരത്തേക്ക് മാർച്ച് നടത്തുമെന്നും അജില പറഞ്ഞു. കേരളത്തിൻ്റെ സാമ്പത്തിക ആവശ്യങ്ങളോട്, വിദ്യാഭ്യാസ ആവശ്യങ്ങളോടൊക്കെ കേന്ദ്രം കാണിക്കുന്ന അവഗണനയും ഈ മേഖലയ്ക്ക് വലിയ പ്രതിസന്ധികൾ സൃഷ്ടിക്കുന്നുണ്ട്. കേന്ദ്രം ഈ മേഖലയെ പൊതുമേഖലയിൽ നിലനിർത്തുന്നതിന് യാതൊരു തരത്തിലുള്ള താല്പര്യവും കാണിക്കുന്നില്ല. എന്നാൽ വലിയ ഒരു തൊഴിൽ മേഖലയാണ് കേരളത്തിലെ വിദ്യാഭ്യാസ മേഖല എന്നുള്ളത്. ലക്ഷക്കണക്കിന് പേര് ആശ്രയിക്കുന്ന തൊഴിൽ മേഖല. അതിന് പ്രതിസന്ധി സൃഷ്ടിക്കുന്ന ഒരുപാട് ഘടകങ്ങൾ പുതിയ വിദ്യാഭ്യാസ നയത്തിന്റെ ഭാഗമായിട്ടും അതുപോലെ തന്നെ സാമ്പത്തിക നയങ്ങളുടെ ഭാഗമായിട്ടും ഫണ്ട് നിഷേധിക്കുന്നതിലൂടെയും കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇത്തരം നയങ്ങൾക്കെതിരെ പ്രതികരിക്കുന്നതിനും പ്രതിഷേധിക്കുന്നതിനും അതോടൊപ്പം ഈ വിദ്യാഭ്യാസ മേഖലയിൽ നിലവിൽ ഉള്ള കുറേയധികം പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്ന് സംസ്ഥാന സർക്കാരിനോടും ആവശ്യപ്പെടുന്ന വിധത്തിൽ ജീവനക്കാരുടെ ആവശ്യങ്ങളോട് നല്ല സമീപനമാണ് പുലർത്തുന്നതെങ്കിലും ജീവനക്കാർക്ക് നൽകേണ്ട എല്ലാ ആനുകൂല്യങ്ങളും നൽകാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് തിരിച്ചറിഞ്ഞുകൊണ്ട് ആ ആവശ്യങ്ങളോട് അനുഭാവപൂർണമായ ഒരു സമീപനം എടുക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടും ഉള്ള ഒരു പ്രക്ഷോഭ പരിപാടിയാണ് ഓഗസ്റ്റ് 2-ന് നടക്കുന്നത്. KSTA സംസ്ഥാന കമ്മിറ്റി അംഗം MR മഹേഷ് കുമാർ, ജില്ലാ പ്രസിഡന്റ് AM അജിത്, ട്രഷറർ പ്രദീപ് G എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. കഴിഞ്ഞ ദിവസം ഓട്ടോറിക്ഷ നിയന്ത്രണം വിട്ട് മറിഞ്ഞതിനെ തുടർന്ന് പരിക്കേറ്റ് മുളങ്ങുന്നത്തുകാവ് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെ ഓട്ടോ ഡ്രൈവർ മരിച്ചു. ചെറുതുരുത്തി പായംകുളം റോഡ് ആലുംകുണ്ടിന് സമീപം താമസിക്കുന്ന രാജീവ് നിവാസിൽ 44 വയസ്സുള്ള ഉണ്ണികൃഷ്ണനാണ് മരിച്ചത്. കഴിഞ്ഞ ദിവസം ഇദ്ദേഹം ഓടിച്ചിരുന്ന ഓട്ടോറിക്ഷ നിയന്ത്രണം തെറ്റി തലകീഴായി മറിയുകയായിരുന്നു. ഗുരുതരമായി പരിക്കേറ്റ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് മരണം സംഭവിച്ചത്. ചെറുതുരുത്തി പോലീസ് മേൽനടപടികൾ സ്വീകരിച്ചു. കോട്ടായി സ്വദേശിയായ യുവാവിനെ കോയമ്പത്തൂരിലെ വാടക വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. കോട്ടായി തെക്കിൻകര കളത്തിൽ വീട്ടിൽ മണികണ്ഠൻ നളിഞ്ഞി ദമ്പതികളുടെ മകൻ 28 വയസ്സുള്ള അജയ് കൃഷ്ണയാണ് മരിച്ചത്. ഫോട്ടോഗ്രാഫറായ അജയ് കൃഷ്ണന് കോയമ്പത്തൂരിലാണ് ജോലി. അജയ് കൃഷ്ണനും ഭാര്യ ഭുവനേശ്വരിയും ഒരുമിച്ചാണ് താമസം. കഴിഞ്ഞ ദിവസം ഭുവനേശ്വരി ചെന്നൈയിലുള്ള സ്വന്തം വീട്ടിലേക്ക് പോയതായിരുന്നു. അജയ് കൃഷ്ണനെ ഫോണിൽ ബന്ധപ്പെട്ടപ്പോൾ ഫോൺ എടുക്കാത്തതിനെ തുടർന്ന് സംശയം തോന്നിയ വീട്ടുകാർ കോയമ്പത്തൂരിലെ വാടക വീട്ടിൽ പരിശോധിച്ചപ്പോഴാണ് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ന്യൂസ് ബ്യൂറോ, കോട്ടായി. നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ ശേഖരിച്ച് വിൽപ്പന നടത്തിയ കേസിൽ കുറുവട്ടൂർ സ്വദേശിയെ അറസ്റ്റ് ചെയ്തു. കുറുവട്ടൂർ വരമംഗലത്ത് കാഞ്ഞിരക്കോട്ടിൽ വീട്ടിൽ 55 വയസ്സുള്ള സുബൈറിനെയാണ് ഷൊർണൂർ SHO V രവികുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തത്. കുറുവട്ടൂരിലെ KCM UP സ്കൂളിനും കുറുവട്ടൂർ മദ്രസയ്ക്കും സമീപത്താണ് സുബൈറിന്റെ കടമുറി. സ്കൂളിലെയും മദ്രസകളിലെയും കുട്ടികൾക്ക് നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ സുബൈർ വിൽപ്പന നടത്തുന്നുണ്ടെന്ന രഹസ്യവിവരത്തെ തുടർന്നാണ് കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് കടയിലെത്തി പോലീസ് നടത്തിയ പരിശോധനയിൽ പ്രതിയെയും നിരോധിത പുകയില ഉൽപ്പന്നങ്ങളും പിടികൂടിയത്. നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ കൈവശം വെച്ച് വിൽപ്പന നടത്തിയ കേസിൽ 2022-ലും ഇയാൾക്കെതിരെ സമാനമായ കേസ് എടുത്ത് പിഴ ചുമത്തിയിട്ടുണ്ട്. 25 ഹാൻഡ്സ് പാക്കറ്റ്, 23 കൂൾ ലിപ്പ് പാക്കറ്റ്, 15 സിഗരറ്റ് പാക്കറ്റ്, 17 കാജ ബീഡി, 25 പുകയില ഉൽപ്പന്നങ്ങൾ എന്നിവയാണ് ഇയാളിൽ നിന്നും കണ്ടെടുത്തത്. അറസ്റ്റ് ചെയ്ത പ്രതിയെ കോടതിയിൽ ഹാജരാക്കിയ ശേഷം റിമാൻഡ് ചെയ്തു. വിദ്യാലയങ്ങളെയും കുട്ടികളെയും കേന്ദ്രീകരിച്ച് ഇത്തരത്തിൽ കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് ഷൊർണൂർ പോലീസ് SHO V രവികുമാർ പറഞ്ഞു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ലക്കിടി മംഗലം നെല്ലിക്കുറിശി റോഡിലെ ഹെയർപിൻ വളവ് വാഹന ഗതാഗതത്തിന് ദുരിതമാകുന്നു. ഭാരങ്ങൾ കയറ്റിവരുന്ന വലിയ വാഹനങ്ങൾ ഇവിടെ കുടുങ്ങുന്നത് നിത്യസംഭവമാവുകയാണ്. അതുകൊണ്ട് തന്നെ മണിക്കൂറുകളോളം ഗതാഗത തടസ്സവും ഉണ്ടാകാറുണ്ട്. വലിയ വാഹനങ്ങൾ വളവിലെത്തുന്നതോടെ തിരിയാൻ പറ്റാത്ത അവസ്ഥയിലായിരിക്കും. അല്ലെങ്കിൽ വാഹനത്തിൻ്റെ ഏതെങ്കിലും ഭാഗം പൊട്ടി നടുപാതയിൽ കിടക്കും. ആഴ്ചയിൽ 2-3 തവണ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകാറുണ്ടെന്ന് പ്രദേശത്തുകാർ പറയുന്നു. വലിയ വാഹനങ്ങൾ വളവിൽ നിന്നാൽ പിറകോട്ടെടുക്കാൻ പോലും കഴിയില്ല. കാരണം വലിയ താഴ്ചയാണ് ഇവിടം. നിരവധി വാഹനങ്ങൾക്ക് ഇവിടെ നിന്നും കേടുപാടുകൾ സംഭവിക്കാറുണ്ട്. വാഹനങ്ങൾക്ക് തിരിഞ്ഞു കയറാൻ കഴിയാതായതിനാൽ ഈ വഴി മണിക്കൂറുകളോളം ഗതാഗത കുരുക്കുമുണ്ടാകും. അമ്പലപ്പാറ, മുരുക്കുംപറ്റ എന്നിവിടങ്ങളിൽ നിന്നും ലക്കിടി പത്തിരിപ്പാല വഴി പാലക്കാട്ടേക്കെത്താനുള്ള എളുപ്പ വഴിയായതിനാൽ നിരവധി വാഹനങ്ങളാണ് ഈ വഴിയെ ആശ്രയിക്കുന്നത്.
ഇടയ്ക്കിടയ്ക്ക് വാഹനങ്ങൾ കുടുങ്ങുന്നത് പതിവായതോടെ മാസങ്ങൾക്ക് മുൻപ് ഗതാഗത വകുപ്പ് ഉദ്യോഗസ്ഥ സംഘം സ്ഥലം സന്ദർശിച്ച് പരിശോധന നടത്തിയിരുന്നു. എന്നാൽ തുടർ നടപടികളൊന്നും ഉണ്ടായില്ലെന്ന് നാട്ടുകാരുടെ പരാതി. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. വടനംകുറിശി റെയിൽവേ മേൽപ്പാലം സർവീസ് പാതയിലൂടെ വാഹനങ്ങൾ കടന്നു പോകുന്നതിന് പുതിയ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തി ഷൊർണൂർ പോലീസ്. പുതിയ ക്രമീകരണം ഓഗസ്റ്റ് 1 മുതൽ നടപ്പാക്കുമെന്നും പോലീസ് അറിയിച്ചു. നിലവിൽ ഒരു ഭാഗം വാഹന ഗതാഗതത്തിന് താൽക്കാലികമായി യോഗ്യമായതിന്റെ അടിസ്ഥാനത്തിൽ കുളപ്പുള്ളി ഭാഗത്തു നിന്നും പട്ടാമ്പി ഭാഗത്തേക്ക് പോകുന്ന എല്ലാ വാഹനങ്ങളും ഓഗസ്റ്റ് 1 വെള്ളിയാഴ്ച മുതൽ രാവിലെ 8 മണി മുതൽ പരീക്ഷണാടിസ്ഥാനത്തിൽ അതുവഴി കടന്ന് പോകാവുന്നതും, എന്നാൽ പട്ടാമ്പി ഭാഗത്തു നിന്നും കുളപ്പുള്ളി ഭാഗത്തേക്ക് വരുന്ന ഇരുചക്ര വാഹനങ്ങൾ ഉൾപ്പെടെ എല്ലാ വാഹനങ്ങളും വല്ലപ്പുഴ മാമ്പറ്റപ്പടി കൈലാട് റോഡ് വഴി കുളപ്പുള്ളി ഭാഗത്തേക്ക് നിലവിലെ സ്ഥിതിയിൽ വഴി തിരിച്ച് പോകേണ്ടതുമാണ്. പ്രദേശത്തു കൂടെ ഇരുഭാഗത്തേക്കുമുള്ള ഗതാഗതം ഒരാഴ്ചയ്ക്കുള്ളിൽ പുനഃസ്ഥാപിക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നതായും പോലീസ് അറിയിച്ചു. സ്ഥലത്തെ നേരിട്ട് ചെന്ന് പരിശോധിച്ചതിലും കുളപ്പുള്ളി ഭാഗത്തും പട്ടാമ്പി ഭാഗത്തേക്ക് വരുന്ന വാഹനങ്ങൾക്ക് എതിർദിശയിലായി അതുവഴി വാഹനങ്ങൾ കടന്നു പോകുന്ന പക്ഷം അപകട സാധ്യത കാണപ്പെടുന്നതിനാൽ യാതൊരു കാരണവശാലും ഇരുചക്രവാഹനങ്ങൾ ഉൾപ്പെടെ എല്ലാ വാഹനങ്ങളും അതുവഴി കടന്നു പോകാൻ പാടില്ലാത്തതാണ്. റൂട്ടിൽ അനധികൃതമായി വാഹനങ്ങൾ ഒന്നും തന്നെ പാർക്ക് ചെയ്യാതിരിക്കാനും ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാകാതിരിക്കാനും എല്ലാവരും ശ്രദ്ധിക്കണമെന്നും ഷൊർണൂർ പോലീസ് അഭ്യർത്ഥിക്കുന്നു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. CBSE ക്ലസ്റ്റർ 10 ഖോ-ഖോ ചാമ്പ്യൻഷിപ്പ് ഓഗസ്റ്റ് 2-3 തീയതികളിലായി കല്ലേക്കാട് വ്യാസവിദ്യാപീഠത്തിൽ നടക്കും. 37 വിദ്യാലയങ്ങളിൽ നിന്നായി 86 ടീമുകൾ മത്സരത്തിൽ പങ്കെടുക്കുമെന്ന് വ്യാസവിദ്യാപീഠം പ്രിൻസിപ്പാൾ എ. ചെന്താമരാക്ഷൻ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. നാഷണൽ സോൺ മത്സരങ്ങൾക്ക് മുന്നോടിയായാണ് ക്ലസ്റ്റർ 10 ഖോ-ഖോ ചാമ്പ്യൻഷിപ്പ് നടക്കുന്നത്. അണ്ടർ 19 വരെ 3 കാറ്റഗറികളിലായി ആൺ പെൺ വിഭാഗങ്ങളിൽ മത്സരങ്ങൾ നടക്കും. തൃശൂർ മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിലെ CBSE സ്കൂൾ ടീമുകളാണ് മത്സരത്തിൽ പങ്കെടുക്കുന്നത്. ദേശീയ തലത്തിലെ മാനദണ്ഡമനുസരിച്ച് ഇൻഡോർ ഓപ്പൺ സ്റ്റേഡിയങ്ങൾ മത്സരത്തിനായി ഒരുക്കിയിട്ടുണ്ട്. 3000-ഓളം മത്സരാർത്ഥികൾ പങ്കെടുക്കുന്ന സൗത്ത് ഇന്ത്യൻ സ്കേറ്റിംഗ് ചാമ്പ്യൻഷിപ്പ് ഓഗസ്റ്റിൽ വ്യാസയിൽ നടക്കുമെന്നും പ്രിൻസിപ്പൽ പറഞ്ഞു. ഏകദേശം 900-ലധികം കുട്ടികൾ 86x12 വരുമ്പോൾ അത്രയും കുട്ടികൾ പങ്കെടുക്കുന്ന ഒരു കോമ്പറ്റീഷനാണ്. ഈ കോമ്പറ്റീഷനിൽ പങ്കെടുത്തവർ സോണൽ കോമ്പറ്റീഷനും സോണലിൽ നിന്ന് നാഷണൽ കോമ്പറ്റീഷനും പങ്കെടുപ്പിക്കാൻ കഴിയും. ഈ CBSE ക്ലസ്റ്റർ 10 കഴിഞ്ഞ 4 വർഷമായിട്ട് വ്യാസവിദ്യാപീഠമാണ് ഹോസ്റ്റ് ചെയ്യുന്നത്. നമ്മൾ വിന്നേഴ്സായിരുന്നു. കഴിഞ്ഞ വർഷം സോണലും നാഷണലും വിന്നേഴ്സായി ഞങ്ങൾ SGFI വരെ പോയിട്ടുണ്ട് ഖോ-ഖോയിൽ. വൈസ് പ്രിൻസിപ്പൽ രാമപ്രസാദ് AV, P. ബേബി, PT അധ്യാപകൻ രജീഷ് P എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. വടനംകുറിശി സ്വദേശിനിക്ക് മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി MA ഇക്കണോമെട്രിക്സ് പരീക്ഷയിൽ 3ാം റാങ്ക്. വടനംകുറിശി ശ്രീപാദത്തിൽ സുരേഷ് കുമാറിൻ്റെയും അനുവിൻ്റെയും മകൾ പാർവതി സുരേഷിനാണ് റാങ്ക് ലഭിച്ചത്. പാല അൽഫോൻസ കോളേജിലെ വിദ്യാർത്ഥിനിയാണ് പാർവതി സുരേഷ്. വായനയ്ക്ക് നവജീവൻ നൽകി കോട്ടായി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ക്ലാസ് റൂം വായനശാല തുടങ്ങി. ചിത്രശലഭം എന്ന പേരിൽ തുടങ്ങിയ വായനശാലയുടെ ഉദ്ഘാടനം സ്കൂൾ പ്രധാനാധ്യാപിക BD ബിന്ദു നിർവഹിച്ചു. ചിത്രശലഭം എന്ന പേരിൽ ആരംഭിച്ച വായനശാലയുടെ ഉദ്ഘാടനം പ്രധാനാധ്യാപിക BD ബിന്ദു നിർവഹിച്ചു. വിദ്യാർത്ഥികൾ ഒരാഴ്ചയിലേറെയായി സമാഹരിച്ച പുസ്തകങ്ങളാണ് വായനശാലയിലുള്ളത്. വായനശാല വിപുലപ്പെടുത്താൻ പൊതുജനങ്ങളുടെ സഹായം തേടാനും തീരുമാനിച്ചു. ക്ലാസ് ടീച്ചർ KA അജേഷ്, ലൈബ്രറിയൻ KR അൻവിക ലക്ഷ്മി, വായനശാല സെക്രട്ടറി MK അനുശ്രീ, വായനശാല പ്രസിഡന്റ് V കീർത്തന എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കോട്ടായി. പ്രാർത്ഥനകൾ വിഫലം. നാടിനെ ദുഃഖത്തിലാക്കി പിഞ്ചുബാലൻ നിർവേദ് യാത്രയായി. കരൾ രോഗം ബാധിച്ച് ചികിത്സയിലായിരുന്ന 3 വയസ്സുകാരൻ നിർവേദിന്റെ ജീവൻ രക്ഷിക്കാൻ ഒരു നാട് ഒന്നടങ്കം കൈകോർത്തിരുന്നു. എങ്കിലും എല്ലാം വിഫലമായി. പറളി ഓടന്നൂർ വലിയ പറമ്പിൽ ഗോവിന്ദൻകുട്ടി നിത്യ ദമ്പതികളുടെ മകനാണ് നിർവേദ്. പറളി ഓടന്നൂർ വലിയ പറമ്പിൽ ഗോവിന്ദൻകുട്ടി നിത്യ ദമ്പതികളുടെ മകനാണ് നിർവേദ്. എപ്പറ്റോ സെല്ലുലാർ നിയോപ്ലാസം എന്ന അപൂർവ കരൾ ക്യാൻസർ രോഗം ബാധിച്ചതിനെ തുടർന്ന് കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്കായി ചെന്നൈയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയായിരുന്നു. മകന്റെ ജീവൻ നിലനിർത്താൻ അമ്മ കരൾ പകുത്തു നൽകാൻ തയ്യാറായിരുന്നു. ശസ്ത്രക്രിയയ്ക്കും തുടർ ചികിത്സയ്ക്കുമായി 40 ലക്ഷം രൂപയോളം ചെലവ് വരുന്നതിനാൽ നിർധന കുടുംബത്തെ സഹായിക്കുന്നതിനുവേണ്ടി ഓടന്നൂർ വലിയ പറമ്പ് ഹോളി ബ്രദേഴ്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ വിപുലമായി ബക്കറ്റ് പിരിവ് നടത്തി. സഹജീവി സ്നേഹത്തിന്റെ മഹനീയ മാതൃകയായി. നിർവേദ് ആരോഗ്യം വീണ്ടെടുത്ത് തിരിച്ചുവരുമെന്ന പ്രതീക്ഷയിലും പ്രാർത്ഥനയിലും ഇരിക്കെ എല്ലാ പ്രതീക്ഷകളെയും തകിടം മറിച്ചായിരുന്നു വ്യാഴാഴ്ച പുലർച്ചെ വാണിയംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ നിർവേദ് മരിച്ചത്. ന്യൂസ് ബ്യൂറോ, കോട്ടായി.
സൂപ്പർ ഹിറ്റ് ഗാനങ്ങൾ ലോകത്തിന് സമ്മാനിച്ച പ്രശസ്തനും ജനകീയനുമായ മുഹമ്മദ് റാഫി വിട പറഞ്ഞിട്ട് 45 വർഷം പിന്നിടുന്നു. അദ്ദേഹത്തിന്റെ സ്മരണയ്ക്കായി മങ്കരയിൽ പരിസ്ഥിതി പ്രവർത്തകരും സംഗീതപ്രേമികളും ചേർന്ന് 45 ഓർമ്മമരം നട്ട് അനുസ്മരിച്ചു. ചടങ്ങിൽ മുഹമ്മദ് റാഫി പാടിയ ഗാനങ്ങളും കേൾപ്പിച്ചു. പ്രണയവും വിരഹവും ഒരുപോലെ അലിഞ്ഞുചേർന്ന അവിസ്മരണീയമായ ഗാനങ്ങളുമായി ലക്ഷോപലക്ഷങ്ങളുടെ ഹൃദയം കവർന്ന അനുഗ്രഹീത ഗായകനാണ് വിട പറഞ്ഞതെന്ന് സംഗീതപ്രേമികൾ ഒരേ സ്വരത്തിൽ പറഞ്ഞു. എന്നേക്കുമായി അസ്തമിച്ചെന്ന വാർത്ത ഏറെ ഞെട്ടലോടെയാണ് ലോകം കേട്ടത്. 40 വർഷത്തോളം തന്റെ സവിശേഷ സ്വരമാധുരിയിലൂടെ സിനിമാ സംഗീത ലോകത്ത് ഒന്നാമനായി തന്നെ നിറഞ്ഞു നിന്ന അദ്ദേഹം 1980 ജൂലൈ 31 മരണപ്പെട്ടത്. അനുസ്മരണ ചടങ്ങിൽ ലീല ബാലകൃഷ്ണൻ, ശംസുദ്ദീൻ മാങ്കുർശി, കെ റഹ്മാൻ, അഷ്റഫ് മങ്കര, ബാബു KC, AM സാദിഖ്, AV രവി, KC വേലായുധൻ എന്നിവർ സംസാരിച്ചു. രാജ്യത്തല്ല ലോകത്തെമ്പാടും അറിയപ്പെടുന്ന ഒരു അനശ്വര ഗായകനാണ് മുഹമ്മദ് റാഫി. അദ്ദേഹം നമ്മളെ വിട്ടുപിരിഞ്ഞിട്ട് ഇന്നേക്ക് 45 വർഷം തികയുന്നു. അതിൻ്റെ ഭാഗമായി 45 വൃക്ഷത്തൈകൾ നടുവാൻ തീരുമാനിച്ചതിൽ നിന്ന് ഒരു തൈ ഇവിടെ മങ്കര വെള്ളറോഡ് അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ നടുകയാണ്. അദ്ദേഹത്തെപ്പറ്റി പറയുകയാണെങ്കിൽ പറയാൻ വാക്കുകളില്ല. ലോകം അംഗീകരിച്ച ഒരു ഗായകനാണ്. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. എഴുത്തുമായി കുട്ടിക്കൂട്ടം. ഷൊർണൂർ കലിപ്പാടം ആര്യഞ്ചിറ UP സ്കൂളിലെ സർഗം വിദ്യാരംഗം കലാസാഹിത്യവേദിയും തനിമ സാംസ്കാരിക വേദിയും സംയുക്തമായി വിദ്യാർത്ഥികൾക്ക് കഥ, കവിത, ശില്പശാല സംഘടിപ്പിച്ചു. പ്രധാനാധ്യാപകൻ ശാന്തിലാൽ S അധ്യക്ഷത വഹിച്ചു. തനിമ സാംസ്കാരിക വേദി പ്രവർത്തകരായ എഴുത്തുകാരൻ ശിവൻ സുധാലയം, അധ്യാപികയും എഴുത്തുകാരിയുമായ ആര്യ PV, സാഹിത്യകാരൻ പ്രകാശൻ ചുണങ്ങാട്, സുധീർ കുമാർ V എന്നിവർ നേതൃത്വം നൽകി. വിദ്യാർത്ഥികൾ തയ്യാറാക്കിയ കഥകളും കവിതകളും അവതരിപ്പിച്ചു. ചടങ്ങിൽ അധ്യാപിക ചന്ദ്രിക PP സ്വാഗതവും അധ്യാപിക രശ്മി MC നന്ദിയും പറഞ്ഞു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ഷൊർണൂർ ചുടുവാലത്തൂർ ശിവക്ഷേത്രത്തിൽ ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞം തുടരുന്നു. ബ്രഹ്മശ്രീ തെക്കേടം നാഗരാജൻ നമ്പൂതിരിയാണ് യജ്ഞാചാര്യൻ. ഷൊർണൂർ ചുടുവാലത്തൂർ ശിവക്ഷേത്രത്തിലെ ഈ വർഷത്തെ ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞം തുടർന്നു വരികയാണ്. വ്യാഴാഴ്ച ഗജേന്ദ്രമോക്ഷം, കൂർമാവതാരം, വാമനാവതാരം, പരശുരാമ അവതാരം തുടങ്ങിയവയിലായിരുന്നു പാരായണം. ബ്രഹ്മശ്രീ തെക്കേടം നാഗരാജൻ നമ്പൂതിരി രാമപുരമാണ് യജ്ഞാചാര്യൻ. പരീക്ഷിത ഇനി മറ്റു മണ്ണന്തരങ്ങളിലെ ആ കഥാഭാഗങ്ങളെ ചുരുക്കി പറഞ്ഞു തരാം. പരീക്ഷിതവർക്ക് ചുരുക്കി പറഞ്ഞാൽ മതി, പക്ഷേ എനിക്ക് കഥകള് അതിന്റെ യഥാർത്ഥമായിരിക്കുന്ന അവസ്ഥയിൽ തന്നെ കേൾക്കണം. വളരെ പ്രധാനമായിട്ട് ഭഗവാന്റെ അവതാര ലീലകളെ പറഞ്ഞു തരാമെന്ന് പറഞ്ഞിട്ടാണ് ശിശുപുത്രൻ മഹർഷി അഷ്ടമസ്കന്ധം ആരംഭിക്കുന്നത്. അതിൽ ഒരാനയ്ക്ക് വേണ്ടി ഗജേന്ദ്രനെ രക്ഷിക്കുന്നതിനായിക്കൊണ്ട് ഭഗവാൻ ഹരി എന്ന അവതാരത്തെ സ്വീകരിച്ചു എന്ന് പറഞ്ഞപ്പോൾ അതൊന്ന് എനിക്ക് പറഞ്ഞു തരണേ. ഗജേന്ദ്രമോക്ഷം എന്ന കഥ അവിടെ ശിശുപുത്രൻ മഹർഷി പരീക്ഷത്തിന് പറഞ്ഞു കൊടുക്കുന്നു. ബ്രഹ്മശ്രീ മങ്ങത്തായ പ്രശാന്ത് നമ്പൂതിരി, ഗിരിജ ഉണ്ണികൃഷ്ണൻ എന്നിവർ സഹ ആചാര്യന്മാരാണ്. യജ്ഞത്തിൽ 100 കണക്കിന് ഭക്തജനങ്ങളാണ് പങ്കെടുത്തത്. ഭക്തർക്ക് പ്രസാദവൂട്ടും ഒരുക്കിയിരുന്നു. 28 ആരംഭിച്ച യജ്ഞം ഓഗസ്റ്റ് 3 ഞായറാഴ്ച ഉച്ചയോടുകൂടി സമാപിക്കും. 2 ശനിയാഴ്ച വൈകിട്ട് 6 മണിക്ക് വിദ്യാഗോപാല മന്ത്രാർച്ചനയും ഉണ്ടായിരിക്കുമെന്ന് ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികളായ സുധീർ, ഉണ്ണികൃഷ്ണൻ എന്നിവർ പറഞ്ഞു. ചുടുവാലത്തൂർ മഹാശിവക്ഷേത്രത്തിൽ ചുടുവാലത്തൂർ ദേശാഘോഷ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ എല്ലാ വർഷവും നടന്നുകൊണ്ടിരിക്കുന്ന സപ്താഹ യജ്ഞം ഈ വർഷം 4ാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഇന്ന് ശ്രീകൃഷ്ണാവതാരമാണ് നടക്കുന്നത്. സപ്താഹ യജ്ഞം ഓഗസ്റ്റ് 3 ഞായറാഴ്ച ഉച്ചയോടുകൂടി അവസാനിക്കുന്നതാണ്. എല്ലാ കൊല്ലവും കർക്കിടക മാസം 1-ാം തീയതി മുതൽ 7-ാം തീയതി വരെ മരുന്ന് കഞ്ഞി വിതരണം ഉണ്ടായിരിക്കുന്നതാണ്. ഈ വർഷം 1-7 മരുന്ന് കഞ്ഞി വിതരണം നടത്തി കഴിഞ്ഞതാണ്. ചുടുവാലത്തൂർ ദേശാഘോഷ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് യജ്ഞം. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ഷൊർണൂർ കോഓപ്പറേറ്റീവ് ബാങ്ക് മുൻ ജീവനക്കാരനായ വിപ്ലവം ബാലൻ എന്നറിയപ്പെടുന്ന മുതുതല വിളക്കുമാടത്തിൽ 67കാരനായ V ബാലകൃഷ്ണൻ നിര്യാതനായി. വ്യാഴാഴ്ച ഉച്ചയോടെയായിരുന്നു അന്ത്യം. അടിയന്തരാവസ്ഥക്കാലത്ത് ജയിൽവാസം അനുഷ്ഠിക്കേണ്ടി വന്ന സാഹചര്യത്തിലാണ് വിപ്ലവം ബാലൻ എന്ന പേരിൽ അറിയപ്പെട്ടത്. 30 വർഷത്തോളം കാലം ഷൊർണൂരിലായിരുന്നു താമസം. ഭാര്യ സുധ, മക്കൾ ശരത് കുമാർ, പരേതനായ ദിലീപ് കുമാർ. സംസ്കാരം വെള്ളിയാഴ്ച നടക്കും. മാറ്റൊലി. നിറത്തിന്റെ പേരിൽ പരിഹസിക്കുന്നത് ക്രൂരതയല്ലെന്ന് ബോംബെ ഹൈക്കോടതി വിധി വിവാദമാകുന്നു. നിറം കുറവാണെന്നോ
ആഹാരത്തിന് രുചിയില്ലെന്നോ സ്ത്രീകളെ പരിഹസിക്കുന്നത് ക്രൂരതയുടെ പരിധിയിൽ വരുന്നില്ല എന്നതാണ് ഹൈക്കോടതിയുടെ വാദം. ഈ വിഷയത്തിൽ താങ്കൾ എങ്ങനെ പ്രതികരിക്കുന്നു? മാറ്റൊലിയിലേക്ക്. നമ്മുടെ നിറം എന്ന് പറയുന്നത് വെളുപ്പും കറുപ്പും എല്ലാ നിറവും ദൈവം തരുന്നതാണ്. അതിൻ്റെ പേര് കളിയാക്കുന്നത് ശരിയല്ല. ആ കോടതി പുനഃപരിശോധിക്കണം എന്നൊക്കെയാണ് പറയാനുള്ളത്. പിന്നെ ആ ഭക്ഷണത്തിൻ്റെ കാര്യം പലർക്കും രുചി സംബന്ധിച്ച് പല അഭിപ്രായങ്ങളാവാം. അപ്പോൾ അത് ചിലർ നല്ലത് പറയും, ചിലർ ചീത്ത പറയും. അതിൻ്റെ പേരിൽ നമ്മൾ ഒരു കേസെടുക്കുക, അങ്ങനത്തെ കാര്യങ്ങൾ അത് ശരിയല്ല. പക്ഷേ നിറത്തിൻ്റെ പേരിൽ ഒരാളെ വേർതിരിക്കുന്നത് ഈ സമൂഹത്തിന് നല്ലതല്ല. അങ്ങനെ ഒരു കോടതി വിധി ഉണ്ടെങ്കിൽ അത് പുനഃപരിശോധിക്കേണ്ട അത്യന്താപേക്ഷിതമാണെന്നുള്ളതാണ് എനിക്ക് ഈ കാര്യത്തിൽ പറയാനുള്ളത്. ഈ വിധിയോട് ഒരിക്കലും നമുക്ക് യോജിക്കാൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഭക്ഷണം, നിറം എന്തിൻ്റെ പേരിലാണെങ്കിലും സ്ത്രീ ആയിക്കോട്ടെ പുരുഷനായിക്കോട്ടെ ആരാണെങ്കിലും നമുക്കത് അങ്ങനെ ഒരാളോട് മോശമായിട്ട് അത് മോശമായി എന്ന് പറയുന്നത് ഒരു തരം മെൻ്റൽ ടോർച്ചറിങ് തന്നെയാണ്, ഒരു തരം വിഷമം തന്നെയാണത്. അത് എങ്ങനെ ക്രൂരതയുടെ പരിധിയിൽ പെടാതിരിക്കും? എന്തായാലും ഈ വിധിയോട് യോജിപ്പല്ല. കോടതിയുടെ ഈ വാദത്തോട് യോജിക്കാൻ ഒരിക്കലും കഴിയില്ല. കാരണം നിറത്തിൻ്റെ പേരിൽ ഒരു സ്ത്രീയെ കുറ്റപ്പെടുത്തുന്നത് അത് സമൂഹത്തിൽ നിന്നാണെങ്കിലും സ്വന്തം ഭർത്താവിൽ നിന്ന്, കുടുംബങ്ങളിൽ നിന്നാണെങ്കിലും അതൊരു ക്രൂരത തന്നെയാണ്. കാരണം ആ സ്ത്രീ എത്രത്തോളം പിരിമുറുക്കത്തിലാവുന്നുണ്ട് ഈ ഭക്ഷണം ഉണ്ടാക്കുന്നതിന് കുറ്റപ്പെടുത്തുക, അല്ലെങ്കിൽ നിറക്കുറവിനെ കുറ്റപ്പെടുത്തുക. കാരണം സ്ത്രീകളാണെങ്കിലും പുരുഷന്മാരാണെങ്കിലും നമ്മുടെ സമൂഹത്തിൽ എല്ലാ മനുഷ്യരും രണ്ട് കളറിൽ തന്നെയാണ്. അത് വെളുത്തിട്ടാവാം, കറുത്തിട്ടാവാം. കാരണം കറുപ്പിനെ നമുക്ക് ഒരിക്കലും കുറ്റം പറയാൻ പാടില്ല. വെളുത്തവർക്ക് എല്ലാവർക്കും സൗന്ദര്യം കൂടുതലാണെന്ന് നമുക്ക് അങ്ങനെ ഒരു അഭിപ്രായം നൽകാൻ കഴിയില്ലല്ലോ. അപ്പോൾ ഈ വാദത്തോട് ഞാൻ യോജിക്കുന്നില്ല. പ്രധാന വാർത്തകൾ വീണ്ടും. ഭാരതപ്പുഴയിൽ ഒഴുക്കിൽപ്പെട്ട് കാണാതായ മത്സ്യത്തൊഴിലാളിയെ ഇനിയും കണ്ടെത്താനായില്ല. പാലപ്പുറം സ്വദേശി യൂസഫിന് വേണ്ടി 5ാം ദിനത്തിൽ നടത്തിയ തെരച്ചിൽ വിഫലമായി. മത്സ്യത്തൊഴിലാളിയെ കാണാതായത് ഇക്കഴിഞ്ഞ ഞായറാഴ്ച. വിവിധ സംഘങ്ങൾ ചേർന്നുള്ള തെരച്ചിൽ അവസാനിപ്പിക്കാൻ സാധ്യത. കോട്ടായി സ്വദേശിയായ യുവാവിനെ കോയമ്പത്തൂരിലെ വാടക വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. ഓട്ടോറിക്ഷ നിയന്ത്രണം വിട്ടുമറിഞ്ഞ പരിക്കേറ്റ ചികിത്സയിലിരിക്കെ ചെറുതുരുത്തി പൈങ്കുളം റോഡ് സ്വദേശി ഓട്ടോ ഡ്രൈവർ മരിച്ചു. വാട്സപ്പിലെ വ്യാജ ട്രാഫിക് ചലാനിൽ കുടുങ്ങി ചേലക്കര വെങ്ങാനല്ലൂർ സ്വദേശി. യുവാവിന് നഷ്ടമായത് 5 ലക്ഷം. സൈബർ തട്ടിപ്പുകാർ പുതിയ തന്ത്രങ്ങളുമായി രംഗത്ത് ഇറങ്ങുമ്പോൾ ജാഗ്രത വേണമെന്ന് പോലീസ്. നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ ശേഖരിച്ച് വിൽപ്പന നടത്തിയ കുറുവട്ടൂർ സ്വദേശി പോലീസിന്റെ പിടിയിൽ. വാടനംകുറിശി റെയിൽവേ മേൽപ്പാലം സർവീസ് പാതയിലൂടെ വാഹനങ്ങൾ കടന്നുപോകുന്നതിന് പുതിയ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തി ഷൊർണൂർ പോലീസ്. പുതിയ ക്രമീകരണങ്ങൾ ഓഗസ്റ്റ് 1 മുതൽ നടപ്പാക്കുമെന്നും പോലീസ് അറിയിപ്പ്. കേന്ദ്ര സർക്കാരിന്റെ വിദ്യാഭ്യാസ നയം കേരളത്തിലെ പൊതുവിദ്യാഭ്യാസത്തെ തകർക്കുന്നതാണെന്ന് KSTA ജില്ലാ സെക്രട്ടറി അജില. ജീവനക്കാരോട് അനുഭാവപൂർവമായ നിലപാടാണ് കേരള സർക്കാർ സ്വീകരിക്കുന്നത് എങ്കിലും ആനുകൂല്യങ്ങൾ നിഷേധിക്കുന്നത് അംഗീകരിക്കാനാവില്ലെന്നും അജില. ശമ്പള പരിഷ്കരണം, ആനുകൂല്യ കുടിശ്ശിക തുടങ്ങിയ വിഷയങ്ങളിൽ സർക്കാർ നിലപാട് വ്യക്തമാക്കണമെന്നും ആവശ്യം. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം.